നമസ്കാരം. എല്ലാ NTV പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം. ഇന്ന് 2025 ഏപ്രിൽ മാസം 27-ാം തീയതി 1200-ാം ആണ്ട് മേടമാസം 14-ാം തീയതി. ഇപ്പോൾ മേടമാസം 14-ാം തീയതി ഞായറാഴ്ച. ഇന്നത്തെ നക്ഷത്രം വന്നിരിക്കുന്നത് അശ്വതി നക്ഷത്രമാണ്. നല്ല നക്ഷത്രമാണ് അശ്വതി. പക്ഷേ ഇന്ന് അമാവാസിയാണ്. അമാവാസിക്കുള്ള പ്രത്യേകത ഒരു ശുഭകാര്യങ്ങൾക്കും കൊള്ളാത്ത ഏത് ദിവസമായാലും ഏത് നക്ഷത്രം വന്നാലും എന്തൊക്കെ പക്കങ്ങളുണ്ടായാലും അമാവാസി തന്നെയാണ്. കർത്തവാവ് ദിവസം എല്ലാ കാര്യത്തിലും ഇരുട്ട് വ്യാപിക്കും. നമ്മൾ ചെയ്യുന്നതൊന്നും ഭംഗിയാവില്ല. അപ്പോൾ ഇന്ന് പ്രപഞ്ചത്തിൽ തന്നെ നെഗറ്റീവ് എനർജി കൂടുതലുള്ള സമയമാണ് അമാവാസി സമയം. അതുകൊണ്ട് നമ്മൾ ഓരോ കാര്യത്തിലും വളരെ ശ്രദ്ധാലുവായിരിക്കണം. ഒരു കാര്യം എടുത്ത് ചാടി ചെയ്യരുത്. സൂക്ഷിച്ച് പോവേണ്ട കാലയളവ് തന്നെയാണ്. അത് മാത്രമല്ല, ഇവിടെ നമുക്ക് ജ്യോതിഷ പ്രകാരം ഒരു വർഷത്തെ അല്ലെങ്കിൽ ബർത്ത്ഡേ നോക്കുമ്പോൾ ഒരു വർഷത്തെ ഫലത്തെയാണ് ജ്യോതിഷശാസ്ത്രപ്രകാരം ബർത്ത്ഡേക്ക് പ്രാധാന്യം. മേടമാസത്തിലെ അശ്വതി നക്ഷത്രം ബർത്ത്ഡേറ്റ് വന്നിട്ടുള്ളവർക്ക് ഈ ഒരു വർഷക്കാലം നിങ്ങൾക്ക് അത്ര ഭാഗ്യദായകമായ വർഷമല്ല. അമാവാസിയും ഞായറാഴ്ചയും കൂടി ചേർന്ന് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇരുട്ട് വ്യാപിക്കും. ഇരുട്ട് വരിക എന്ന് പറഞ്ഞാൽ തടസ്സം നിൽക്കും. എല്ലാ കാര്യങ്ങൾക്കും തടസ്സം ഉണ്ടാവും. സാമ്പത്തിക നഷ്ടം വരും. ജോലിയിൽ പ്രോബ്ലംസ് ഉണ്ടാവും. കുടുംബത്തിനകത്ത് സമാധാനം കിട്ടാതെ വരും. അസുഖ അവസ്ഥകളുണ്ടാവും. ഇങ്ങനെ പലതരത്തിൽ നമുക്ക് പോസിറ്റീവിന് പകരം നെഗറ്റീവ് വരുന്ന സമയമാണ്. വളരെ ശ്രദ്ധിച്ച് വളരെ സൂക്ഷിച്ച് കൊണ്ടുപോവേണ്ട കാലയളവാണ് ഈ ഒരു വർഷക്കാലം നിങ്ങൾക്ക്. അതേപോലെ ഇന്നത്തെ ദിവസം ആകിലും ശുഭകാര്യങ്ങൾ, ശുഭയാത്രകൾ, അതുപോലെ ബന്ധുക്കളുമായിട്ടുള്ള കുടുംബ സംഗമങ്ങൾ ഒക്കെ വിട്ടു നിൽക്കാൻ പറ്റുമെങ്കിൽ വിട്ടു നിൽക്കുന്നതാണ് നല്ലത്. നമ്മൾ ബൈ ചാൻസ് പോവേണ്ടി വന്നാൽ പോലും നമ്മൾ ഓരോ കാര്യങ്ങളിലും വളരെ ശ്രദ്ധാലുവായിരിക്കണം. നമ്മൾ പറയുന്ന ഓരോ കാര്യങ്ങളും സൂക്ഷിച്ചായിരിക്കണം. നമുക്ക് എതിരായി തീരുന്ന ഒരു കാലയളവാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വളരെ ശ്രദ്ധയോടുകൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ട സമയമാണ്. ഇപ്പോൾ ഇന്ന് ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോൾ രാവുകാലവും കൂടി ഒന്നാമത് നെഗറ്റീവ് എനർജി ഉണ്ട് പ്രപഞ്ചത്തിൽ. അപ്പോൾ രാവുകാലം യാത്രയ്ക്ക് നോക്കുക. രാവുകാല സമയം വരുന്നത് തന്നെ ശരിക്ക് 5 മണി മുതൽ 6 മണി 32 മിനിറ്റ് വരെ തന്നെയാണ് ഇന്ന് രാവുകാല സമയം. അത് യാത്രയ്ക്ക് ഒരു കാരണവശാലും എടുക്കരുത്. പിന്നെ യമകണ്ഠ കാല സമയവും ഗുളിക കാല സമയവും ഒരു കാര്യത്തിനും തിരഞ്ഞെടുക്കരുത്. ഗുളിക കാല സമയം 3 മണി 27 മിനിറ്റ് തൊട്ട് 5 മണി വരെയും യമകണ്ഠ കാല സമയം 12:22 തൊട്ട് 1 മണി 55 മിനിറ്റ് വരെയും. ഇന്ന് നമുക്ക് അഭിജിത്ത് മുഹൂർത്തമുണ്ട്. അഭിജിത്ത് മുഹൂർത്തം 12:58 തൊട്ട് 11:58 തൊട്ട് 12:48 വരെയാണ് അഭിജിത്ത് മുഹൂർത്തം. പക്ഷേ ഇന്ന് എത്ര കണ്ട് നല്ലതെന്ന് പറഞ്ഞാലും പ്രപഞ്ചത്തിൽ കർത്തവാവ് ഇരുട്ട് വ്യാപിച്ചിരിക്കുന്നത് കൊണ്ട് ആകിലും അഭിജിത്ത് മുഹൂർത്തത്തിനും പ്രാധാന്യം കുറയും. അന്നും ഇരുട്ട് നമുക്ക് ബാധിക്കും. അതുകൊണ്ട് കർത്തവാവ് ഈ ദിവസം അഭിജിത്ത് മുഹൂർത്തത്തിനും വളരെ പ്രാധാന്യം കൊടുക്കേണ്ടതില്ല. ഇന്നത്തെ ദിവസം ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും വീട്ടിൽ നിൽക്കുമ്പോഴും ഒക്കെ വസ്ത്രധാരണത്തിൽ ശ്രദ്ധിക്കുക. പ്രപഞ്ചനാഥനായ സൂര്യൻ്റെ പോസിറ്റീവ് എനർജി നമ്മളിലേക്ക് ആഗിരണം ചെയ്യാൻ വേണ്ടി ശരിക്കും താമരപ്പൂവിൻ്റെ കളറോ അല്ലെങ്കിൽ റോസ് കളറോ ചുടുകളിൻ്റെ കളറോ ഒക്കെ ആയിട്ടുള്ള വസ്ത്രധാരണം നടത്തി നിൽക്കുന്നത് ഏറ്റവും ഭാഗ്യദായകമായി തീരും. അപ്പോൾ ഇന്നത്തെ ദിവസം എല്ലാവർക്കും ഒരു നെഗറ്റീവ് ബാധിക്കാതെ ഈശ്വര അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.